ഹായ്, ഞാൻ സലു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒരു തവണ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷനുണ്ട്, അതിലും പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഡയാന്തസ് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ കെയറും അതുപോലെ തന്നെ ഇത് നിറയെ പൂവിട്ട് നിൽക്കാനുള്ള കുറച്ച് ടിപ്സുമാണ് പറഞ്ഞു തരുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഡയാന്തസ് പ്ലാന്റ് 300 സ്പീഷീസിലാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നത് 2 ടൈപ്പിലുള്ളതാണ്. ഒന്ന് നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ ഒറ്റ ലെയറായിട്ട് സിംഗിൾ ലെയർ ഉള്ള പെറ്റൽസിലാണ് കാണുന്നത്. പിന്നെ അടുത്ത് ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ നല്ല കട്ട 2-3 ലെയേഴ്സ് ഉള്ളതാണ് പിന്നീട് കാണുന്നത്. ഡയാന്തസ് പ്ലാന്റ് ഒരു സീസണൽ പ്ലാന്റ് ആണെങ്കിലും നല്ല പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. കാരണം ഇതൊരു ഫുൾ സൺലൈറ്റ് ഉള്ള ഭാഗത്തോ അല്ലാന്നുണ്ടെങ്കിൽ പാർഷ്യൽ ഷെയ്ഡിലോ വെച്ച് കഴിഞ്ഞാലും നല്ല പോലെ വളരുന്ന കാണാൻ സാധിക്കും. അതുപോലെ 6 hours അറ്റ്ലീസ്റ്റ് ഇത് സൺലൈറ്റ് കൊള്ളുന്ന ഭാഗത്ത് തന്നെ ഈ ഒരു പോട്ട് വെക്കാനും ശ്രദ്ധിക്കണം. ഈ ഒരു പ്ലാന്റ് ഇപ്പം നമുക്ക് നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ച് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. നവംബർ തുടങ്ങി മെയ് മാസം വരെയാണ് നല്ല പോലെ പൂവിട്ട് നിൽക്കുന്നത്. മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ചെടിയെ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാം. കാരണം നല്ല ശക്തമായിട്ടുള്ള മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്ന സമയത്ത് ഈ ഒരു ചെടി നമ്മൾ വെളിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ചീത്തയായി പോകുന്നത് കാണാം. 30 ദിവസം കൂടുമ്പം നമ്മൾ വളം കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം ഇതിന് ലിക്വിഡ് ഫെർട്ടിലൈസർ ആണെങ്കിലും അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലുപൊടി കുറച്ചിട്ട് കൊടുക്കാം, ചാണകപ്പൊടി. ഇതെല്ലാം ഒരു 30 ദിവസം കൂടുമ്പോൾ മാത്രം കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡെഡ് ഹെഡിങ്. ഒരു പൂ വിടർന്ന് കഴിഞ്ഞ് അത് വാടിയതിന് ശേഷം ഈ ചെടിയിൽ തന്നെ നിർത്താൻ അനുവദിക്കരുത്. അതിനു മുമ്പ് തന്നെ നമ്മൾ അതിനെ പിഞ്ച് ചെയ്തെടുക്കുക. ആ മുകൾ ഭാഗം തന്നെ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കുക, നമ്മളുടെ മൊട്ട് കണ്ടാലും വാടി നിൽക്കുന്ന പൂ കണ്ടാലും ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് പിഞ്ച് ചെയ്യുന്ന സമയത്ത് നോക്കി വേണം അത് അടർത്തി മാറ്റാനായിട്ട്. ഇതിൽ ഈ ഒരു ചെടിയിൽ ഇങ്ങനെ ഈ വാടിയ പൂക്കൾ ഇരുന്നാൽ തന്നെയും പെട്ടെന്ന് തന്നെ ഈ ചെടി നശിച്ചു പോകും, ഒരു മുരടിച്ച ഒരു അവസ്ഥയിലേക്ക് എത്തും. മുഴുവൻ പൂക്കളും പൂവിട്ട് അതിന് ശേഷം അത് വാടിപ്പോയി കഴിയുമ്പം അതിൻ്റെ താഴത്തെ തണ്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് വിടാം. അപ്പം ഒരുപാട് ശിഖരങ്ങൾ പിന്നെയും വരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു നല്ലൊരു പ്ലാന്റാണ്. ഒരുപാട് പൂക്കൾ തരുന്നതാണ്. രാവിലത്തെ ഒരു 6 മണിക്കൂർ നേരത്തെ ഒരു വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് ഡയാന്തസ് പ്ലാന്റ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. അത് ചിലർ പല രീതിയിലായിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് സ്റ്റെം ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നഴ്സറിയിൽ നിന്ന് ഞാൻ ഡയറക്റ്റായിട്ട് വാങ്ങിച്ചിരിക്കുകയാണ് പ്ലാന്റ്. കാരണം ഇതൊരു സീസണൽ പ്ലാന്റ് ആണ്. നമുക്ക് അതിൻ്റെ അകത്ത് സീഡ്സ് ഇട്ടിട്ട് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോഴത്തേക്ക് സീസൺ കടന്നു പോകും. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് നഴ്സറിയിൽ നിന്ന് തന്നെ ഒരു ചെറിയ കവറിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. 30 rupees കൊടുത്ത് ഓരോ പ്ലാന്റും വാങ്ങിച്ചിരിക്കുന്നത്. വാങ്ങിക്കുന്ന സമയത്ത് നല്ല പ്ലാന്റ് തന്നെ നോക്കിയെടുക്കണം. ഡയാന്തസ് പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് വെർമി കമ്പോസ്റ്റ് ആണ് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്, കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കൊക്കോപീറ്റും എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ 2-3 ദിവസം വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ പോലും കൊക്കോപീറ്റ് ആ ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടി സഹായിക്കും. ഇനി നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഫെർട്ടിലൈസേഴ്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കിത് നടുന്ന രീതി ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു കവർ എടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ വേരുകൾ പൊട്ടാത്ത രീതിയിൽ താഴത്തെ മണ്ണ് മാറ്റിയതിന് ശേഷം
നമുക്ക് നല്ലപോലെ നോക്കണം. ഇതിൻ്റെ വേരുകൾ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വളരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേര് പോകാത്ത രീതിയിൽ താഴത്തെ മണ്ണ് മാറ്റിയതിന് ശേഷം നമ്മളുടെ ഈ പോട്ടിംഗ് മിക്സ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഈ പോട്ടിലേക്ക് കൊടുക്കാം. ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ടതിന് ശേഷം നമ്മൾ ഫുൾ സൺലൈറ്റ് ഉള്ള ഭാഗത്തോട്ട് കൊണ്ടുവെക്കരുത്. ആദ്യത്തെ 2-3 ദിവസം ഷെയ്ഡിൽ വെക്കുക. അതിന് ശേഷം മാത്രമേ സൺലൈറ്റിൽ വെക്കാവുള്ളൂ. കാരണം അതൊന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം എടുത്ത് ആദ്യമേ തന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഒരു പോട്ടിൽ 2 എണ്ണമാണ് വെക്കുന്നത്. കാരണം 2 എണ്ണം വെച്ചാലേ നല്ല നിറച്ച് പൂക്കൾ വരത്തുള്ളൂ. അതിന് വേരുകൾ വേരോട്ടം നടക്കാനും വളരെ എളുപ്പം ഇച്ചിരി വിസ്താരമുള്ള ഒരു പോട്ടിൽ വെക്കുന്നതായിരിക്കും. നഴ്സറിയിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് ആ മണ്ണിൻ്റെ അകത്ത് ഒരുപാട് ചെളിയുള്ള ഒരു കട്ടിയുള്ള ഒരു മണ്ണാണ് കിട്ടുന്നത്. അത് മാറ്റിയതിന് ശേഷം നമ്മളുടെ പോട്ടിംഗ് മിക്സിലേക്ക് തന്നെ വെക്കുക. ഞാനിത് വാങ്ങിച്ച സമയത്ത് ആ ഒരു ഡയന്തസ് പ്ലാന്റിൻ്റെ അകത്ത് ഒരൊറ്റ ഫ്ലവറേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് പൂക്കൾ വരാൻ തുടങ്ങി. കാരണം വെർമി കമ്പോസ്റ്റ് ഇത് വളരെ ഏറെ സഹായിക്കും ചെടികൾക്ക് കൂടുതൽ പൂക്കൾ ഉണ്ടാകാനായിട്ട്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ വേസ്റ്റായിട്ട് കിട്ടുന്ന പച്ചക്കറികളും ഒക്കെ തന്നെ നമുക്കൊരു വെർമി കമ്പോസ്റ്റ് ആക്കി മാറ്റാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ താഴത്തെ റൂട്ട്സിൻ്റെ ഭാഗത്തോട്ട് തന്നെ കുത്തനെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതുമാത്രമല്ല നമ്മൾ ഓസിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൂക്കളിലെല്ലാം വന്ന് വെള്ളം കെട്ടി നിൽക്കുകയും പെട്ടെന്ന് പൂ നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ഈർപ്പം നിലനിർത്തി പോകാൻ വേണ്ടി മാത്രം. ഇതിൽ വെള്ളം കൂടുതലായി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റൂട്ട്സ് എല്ലാം ചീഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്നത് കാണാം. ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 കൊല്ലമായി. നമ്മൾ നന്നായി നോക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് ദീർഘകാലം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ശിഖരങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് നല്ല ശിഖരങ്ങൾ നോക്കിയിട്ട് നല്ല സ്റ്റെം നോക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്ത് പിന്നെയും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ്. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ അടിഭാഗത്ത് ലീവ്സ് വന്നിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം വീണ് ചീത്തയാകാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് തന്നെ നമ്മളത് കട്ട് ചെയ്ത് മാറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെറിയ രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഡയന്തസ് പ്ലാന്റ് പല കളേഴ്സിലുണ്ട്. അപ്പം ഞാൻ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൽ ഒരു പൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു ചെടിയിൽ 2 പൂവ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് ശേഷം ഒരു 4 ദിവസത്തിന് ശേഷം ഞാനത് കാണിച്ചു തരാം എത്ര പൂക്കളാണ് വന്നതെന്ന്. കാരണം വെർമി കമ്പോസ്റ്റ് വളരെ നല്ലതാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് കണ്ടോ, ഒരുപാട് പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും 2 ലെയേഴ്സിൻ്റെ അകത്ത് വരുന്ന ഒരു ഡയാന്തസ് ആണ്. ഇത് 2 തരത്തിലാണുള്ളത്. സാധാരണ നിലയിൽ ഒരൊറ്റ ലെയറുള്ളതെല്ലാം പൊക്കക്കുറവായിരിക്കും. ഒരുപാട് അങ്ങ് പൊക്കം വെക്കില്ല. കുറച്ച് ലെയേഴ്സ് കൂടുതലുള്ള പ്ലാന്റ് ആണെങ്കിൽ കുറച്ച് പൊക്കം വെക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.